എല്ലാവർക്കും നമസ്കാരം. യോഗ്യത കുറവുള്ളവർക്ക് കേന്ദ്ര സർക്കാർ വകുപ്പിൽ ജോലി നേടാൻ ഒരവസരം, അതും ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിൽ. ക്യാൻറ്റീൻ അറ്റൻഡർ തസ്തികയിലേക്കാണ് ഇപ്പോൾ ഒഴിവുകൾ വന്നിരിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണെന്നറിയാമോ? അപേക്ഷാ ഫീസില്ല. അതായത് കുറഞ്ഞ യോഗ്യതയുള്ളവർക്ക് അപേക്ഷിക്കാവുന്ന ഈ റിക്രൂട്ട്മെൻറ്റിൽ അപേക്ഷിക്കുന്നതിന് ഫീസ് നൽകേണ്ടതില്ല. ആകെ 7 ഒഴിവുകളാണ് നിലവിലുള്ളത്. പക്ഷേ ഇവിടെ ഒരു പ്രധാന കാര്യമുണ്ട്. കുറഞ്ഞ യോഗ്യതയാണെന്ന് മാത്രം നോക്കി എല്ലാവർക്കും അപേക്ഷിക്കാൻ കഴിയില്ല. പ്രായപരിധിയുണ്ട്, ജനനത്തീയതി പരിശോധിക്കണം, തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ എഴുത്തു പരീക്ഷയും പിന്നീട് സ്കിൽ ടെസ്റ്റുമുണ്ട്. അതുകൊണ്ട് ഈ വീഡിയോ അവസാനം വരെ കാണുക. കാരണം അവസാനം ഞാൻ പറയുന്നത് ആർക്കൊക്കെ അപേക്ഷ നൽകാം, ആരൊക്കെ അപേക്ഷിക്കേണ്ടതില്ല, തെരഞ്ഞെടുപ്പ് എങ്ങനെയാണ്, പരീക്ഷയിൽ എന്താണ് ശ്രദ്ധിക്കേണ്ടത്, ഓൺലൈനായി എങ്ങനെ അപേക്ഷിക്കാം എന്നിങ്ങനെയുള്ള പ്രധാന കാര്യങ്ങളാണ്. വീഡിയോ ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ആദ്യം ഈ ജോലിയുടെ പ്രധാന വിവരങ്ങൾ വളരെ ചുരുക്കത്തിൽ നോക്കാം. ഇത് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ മധ്യപ്രദേശ്, ഛത്തീസ്ഗഡ് മേഖല, അതായത് MP ആൻഡ് CG റീജിയൻ സംബന്ധിച്ചുള്ള റിക്രൂട്ട്മെൻറ്റാണ്. തസ്തിക ക്യാൻറ്റീൻ അറ്റൻഡർ. ഇത് ഗ്രൂപ്പ് C വിഭാഗത്തിലുള്ള തസ്തികയാണ്. ആകെ ഒഴിവുകൾ 7. വിദ്യാഭ്യാസ യോഗ്യത 10ാം ക്ലാസ് വിജയിച്ചിരിക്കണം. പ്രായപരിധി 18 മുതൽ 25 വയസ്സ് വരെ. ശമ്പളം പേ ലെവൽ 1 അടിസ്ഥാന ശമ്പളം 18,000 മുതൽ 56,000 വരെ എന്ന പേ ലെവലിലാണ് ശമ്പളം. പ്രൊഫഷൻ കാലാവധി 2 വർഷം. അപേക്ഷാ ഫീസില്ല. ക്യാൻറ്റീൻ അറ്റൻഡർ എന്താണ് ചെയ്യേണ്ടത്? ഇനി പലർക്കും സംശയമുള്ള ഒരു കാര്യം നോക്കാം. ക്യാൻറ്റീൻ അറ്റൻഡർ എന്ന ജോലി യഥാർത്ഥത്തിൽ എന്താണ്? പേര് കേട്ട് പലരും ഇതൊരു സാധാരണ ഓഫീസ് അറ്റൻഡർ ജോലി ആയിരിക്കുമെന്ന് കരുതാം. പക്ഷേ ഇവിടെ ജോലി പ്രധാനമായും ക്യാൻറ്റീൻ സംബന്ധമായ പ്രവർത്തനങ്ങളാണ്. ചായയും ഭക്ഷണവും തയ്യാറാക്കുന്നതിലും വിതരണം ചെയ്യുന്നതിലും സഹായിക്കുക, ഭക്ഷണം വിളമ്പുക, പാത്രങ്ങൾ കഴുകുക, ക്യാൻറ്റീൻ വൃത്തിയായി സൂക്ഷിക്കുക, ദൈനംദിന ക്യാൻറ്റീൻ പ്രവർത്തനങ്ങളിൽ ആവശ്യമായ സഹായങ്ങൾ ചെയ്യുക. അങ്ങനെ നോക്കുമ്പോൾ ക്യാൻറ്റീൻ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട വിവിധ ജോലികൾ ചെയ്യേണ്ട തസ്തികയാണ് ഇത്. അതുകൊണ്ട് അപേക്ഷിക്കുന്നതിന് മുമ്പ് ഈ ജോലിയുടെ സ്വഭാവം നിങ്ങൾക്ക് അനുയോജ്യമാണോ എന്ന് കൂടി പരിശോധിക്കുക. ഒരു സർക്കാർ ഓഫീസിൽ ജോലി എന്നതുകൊണ്ട് മാത്രം അപേക്ഷിക്കാതെ ജോലി ചെയ്യേണ്ട ഉത്തരവാദിത്തങ്ങളും മനസ്സിലാക്കിയ ശേഷം അപേക്ഷിക്കുന്നതാണ് നല്ലത്. സാലറി പ്ലസ് പ്രൊഫഷൻ. ഇനി എല്ലാവരും ആദ്യം നോക്കുന്ന കാര്യം ശമ്പളം എത്രയാണെന്ന്. ഈ തസ്തിക പേ ലെവൽ 1 ആണ്. അടിസ്ഥാന ശമ്പളം 18,000. പേ സ്കെയിൽ 18,000 തൊട്ട് 56,000 രൂപ വരെ. അതായത് സർവീസ് റൂൾസ് അനുസരിച്ച് വിവിധ ഘട്ടങ്ങൾ ഉൾപ്പെടുന്ന ശമ്പള ഘടനയാണ്. കൃത്യമായ ഇൻഹാൻസ് ശമ്പളം പോസ്റ്റിംഗ്, അലവൻസുകൾ, മറ്റ് ബാധകമായ ഘടകങ്ങൾ എന്നിവ അനുസരിച്ച് വ്യത്യാസപ്പെടും. അതുകൊണ്ട് വീഡിയോയിൽ പറയുന്ന 18,000 എന്നത് ബേസിക് പേ ആണെന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി മറ്റൊരു പ്രധാന കാര്യം, പ്രൊഫഷൻ പീരീഡ് 2 വർഷം. അതായത് നിയമനം ലഭിച്ച ശേഷം 2 വർഷത്തെ പ്രൊഫഷൻ കാലയളവ് ഉണ്ടായിരിക്കും. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗത്തേക്ക് വരാം. ആർക്കൊക്കെ അപേക്ഷിക്കാം? ഒന്നാമതായി ക്വാളിഫിക്കേഷൻ. അപേക്ഷകർ 10ാം ക്ലാസ് പാസ്സായിരിക്കണം. അതായത് 10ാം ക്ലാസ് യോഗ്യതയുള്ളവർക്ക് അപേക്ഷിക്കാം. ഇവിടെ ഒരു കാര്യം പ്രത്യേകം പറയാം. 10 ആണെന്ന് മാത്രം കൊണ്ട് അപേക്ഷ സബ്മിറ്റ് ചെയ്യുന്നതിന് മുമ്പ് എജിബിലിറ്റി കൂടി പരിശോധിക്കണം. കാരണം ഈ റിക്രൂട്ട്മെൻറ്റിൽ പ്രായപരിധി 18 മുതൽ 25 വയസ്സ് വരെ. 1/9/2001 മുതൽ 31/8/2008 വരെ ജനിച്ചവർക്കാണ് അടിസ്ഥാന പ്രായപരിധി പ്രകാരം അപേക്ഷിക്കാനാവുക. എന്നാൽ റിസർവ്ഡ് കാറ്റഗറി ഉദ്യോഗാർത്ഥികൾക്ക് നിയമപ്രകാരമുള്ള ഏജ് റിലാക്സേഷൻ ലഭിക്കും. OBC വിഭാഗത്തിന് 3 വർഷം വരെ, SC/ST വിഭാഗത്തിന് 5 വർഷം വരെ. ഭിന്നശേഷിക്കാരായ UR ഉദ്യോഗാർത്ഥികൾക്ക് 10 വർഷം വരെ ഇളവ് ലഭിക്കുന്നതായി വിജ്ഞാപനത്തിൽ നൽകിയിട്ടുണ്ട്. അതിനാൽ നിങ്ങളുടെ കാറ്റഗറി അനുസരിച്ച് ഏജ് റിലാക്സേഷൻ ബാധകമാണോ എന്ന് ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ പരിശോധിക്കുക. ഇപ്പോൾ നിങ്ങൾ തന്നെ നിങ്ങളുടെ
എലിജിബിലിറ്റി പരിശോധിക്കൂ. ക്വസ്റ്റ്യൻ നമ്പർ 1, നിങ്ങൾ 10ാം ക്ലാസ് പാസ്സാണോ? അതെങ്കിൽ മുന്നോട്ട് പോകാം. ക്വസ്റ്റ്യൻ നമ്പർ 2, നിങ്ങളുടെ ജനനത്തീയതി അടിസ്ഥാന പ്രായപരിധിയിൽ വരുന്നതാണോ? അതും ശരിയാണെങ്കിൽ മുന്നോട്ട് പോകാം. ക്വസ്റ്റ്യൻ നമ്പർ 3, നിങ്ങൾക്ക് ഈ തസ്തികയുടെ ജോലി സ്വഭാവം അംഗീകരിക്കാനാകുമോ? അതും ശരിയാണെങ്കിൽ ഈ വേക്കൻസി നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. പക്ഷേ ഒരു കാര്യം കൂടി, റിസർവ്ഡ് കാറ്റഗറി ആണെങ്കിൽ ഏജ് റിലാക്സേഷൻ സംബന്ധിച്ച് കൃത്യമായ വ്യവസ്ഥകൾ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷനിൽ പരിശോധിക്കുക. കാരണം സർക്കാർ റിക്രൂട്ട്മെൻറ്റുകളിൽ ഒരു തീയതി പോലും തെറ്റായി മനസ്സിലാക്കിയാൽ എലിജിബിലിറ്റി മാറാം. അതുകൊണ്ട് അപേക്ഷിക്കുന്നതിന് മുമ്പ് നോട്ടിഫിക്കേഷൻ ഒരിക്കൽ കൂടി മുഴുവനായി വായിക്കുന്നത് വളരെ പ്രധാനമാണ്. നോട്ടിഫിക്കേഷൻ ലിങ്ക് ഈ വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തിട്ടുണ്ട്. ഇനി ഈ വീഡിയോയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗത്തേക്ക് വരാം. സെലക്ഷൻ എങ്ങനെയാണ്? പലരും ഇവിടെ ഒരു തെറ്റ് ചെയ്യാറുണ്ട്. 10ൻ്റെ മാർക്കുണ്ടെങ്കിൽ ജോലി കിട്ടും എന്ന് കരുതരുത്. 10 മാർക്ക് അടിസ്ഥാനമാക്കി ആദ്യം സ്ക്രീനിങ് ചെയ്യുന്നതാണ്. ഒരു ഒഴിവിലേക്ക് 40 പേരെ വീതം പരീക്ഷയ്ക്കായി തിരഞ്ഞെടുക്കും എന്ന രീതിയിലാണ് ആദ്യഘട്ടം. ആകെ 7 ഒഴിവുകളാണെങ്കിൽ 7 × 40 280 പേരെ വരെ എഴുത്തു പരീക്ഷയ്ക്കായി ഷോർട്ട് ലിസ്റ്റ് ചെയ്യാവുന്നതാണ്. ഇനി ഈ ഷോർട്ട് ലിസ്റ്റ് അടുത്ത ഘട്ടത്തിലേക്ക് പോകുന്നുണ്ട്. എഴുത്തു പരീക്ഷ ഭോപ്പാലിൽ വെച്ചാണ് നടക്കുന്നത്. പരീക്ഷയുടെ ദൈർഘ്യം 30 മിനിറ്റ്. ഒബ്ജക്റ്റീവ് ടൈപ്പ് എക്സാമിനേഷൻ ആയിരിക്കും. ഇവിടെ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, തെറ്റായ ആൻസറിന് 0.2 നെഗറ്റീവ് മാർക്ക് ഉണ്ടായിരിക്കും. അതായത് അറിയാതെ ചോദ്യങ്ങൾക്ക് ബ്ലൈൻഡ് ഗസ്സിങ് നടത്തുന്നത് ഒഴിവാക്കുന്നത് നല്ലതാണ്. ഇനി പരീക്ഷയെക്കുറിച്ച് ശ്രദ്ധിക്കാം. 30 മിനിറ്റ് മാത്രമുള്ള പരീക്ഷയാണ്. അതിനാൽ ടൈം മാനേജ്മെൻറ്റ് പ്രധാനമാണ്. ചോദ്യങ്ങൾ വായിക്കുമ്പോൾ ആദ്യം അറിയാവുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുക. സംശയമുള്ള ചോദ്യങ്ങളിൽ അധിക സമയം കളയരുത്. കാരണം ഇവിടെ നെഗറ്റീവ് മാർക്കുണ്ട്. ഒരു തെറ്റായ ഉത്തരത്തിന് 0.25 മാർക്ക് കുറയും. അതുകൊണ്ട് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുമ്പോൾ സ്പീഡിനും ഒരുപോലെ പ്രാധാന്യം നൽകണം. എന്തെങ്കിലും ട്രിക്ക് ചെയ്യും എന്ന സ്ട്രാറ്റജി എല്ലായ്പ്പോഴും നല്ലതായിരിക്കണമെന്നില്ല. പ്രത്യേകിച്ച് നെഗറ്റീവ് മാർക്കിംഗ് ഉള്ള പരീക്ഷകളിൽ നിങ്ങൾക്ക് ഉറപ്പുള്ള ചോദ്യങ്ങൾ ആദ്യം അറ്റൻഡ് ചെയ്യുക. ശേഷം സമയം ബാക്കിയുണ്ടെങ്കിൽ സംശയമുള്ള ചോദ്യങ്ങളിലേക്ക് പോകാം. എഴുത്തു പരീക്ഷ കഴിഞ്ഞാൽ സെലക്ഷൻ അവസാനിക്കുന്നില്ല. ഇതാണ് പലരും ശ്രദ്ധിക്കാതെ പോകുന്ന മറ്റൊരു പ്രധാന കാര്യം. എഴുത്തു പരീക്ഷയുടെ അടിസ്ഥാനത്തിൽ 70 പേരെ വരെ സ്കിൽ ടെസ്റ്റിനായി തിരഞ്ഞെടുക്കും. ഈ സ്കിൽ ടെസ്റ്റ് ഭോപ്പാലിൽ നടത്തും. സ്കിൽ ടെസ്റ്റ് 60 മാർക്ക്. അതായത് റിട്ടേൺ എക്സാമിനേഷൻ കഴിഞ്ഞ് സ്കിൽ ടെസ്റ്റ് എന്നൊരു ഘട്ടവും ഉണ്ട്. അതിനാൽ നിങ്ങൾ അപേക്ഷിച്ചാൽ മാത്രം മതിയാകില്ല. റിട്ടേൺ എക്സാമിനും തയ്യാറെടുക്കണം. അതോടൊപ്പം തസ്തികയുടെ ജോലി സ്വഭാവവുമായി ബന്ധപ്പെട്ട പ്രാക്ടിക്കൽ എബിലിറ്റിയും ശ്രദ്ധിക്കേണ്ടി വരും. അതിനുശേഷമാണ് ഫൈനൽ ലിസ്റ്റ് തയ്യാറാക്കുന്നത്. അതുകൊണ്ട് സെലക്ഷൻ പ്രോസസ്സ് ഒറ്റഘട്ടമല്ല. 10th മാർക്ക്, റിട്ടേൺ എക്സാം, സ്കിൽ ടെസ്റ്റ്, ഫൈനൽ സെലക്ഷൻ എന്ന രീതിയിൽ മുഴുവൻ പ്രക്രിയയും മനസ്സിലാക്കുക. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട തീയതികൾ ഒന്നുകൂടി ഓർക്കാം. ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ഡേറ്റ് 11 ആഗസ്റ്റ് 2026. അതായത് ഇന്നു മുതൽ തന്നെ അപേക്ഷ പ്രക്രിയ ആരംഭിക്കുന്നു. ലാസ്റ്റ് ഡേറ്റ് 31 ആഗസ്റ്റ് 2026, അതും രാത്രി 11 PM വരെ. അതിനാൽ അവസാന ദിവസത്തേക്ക് അപേക്ഷ മാറ്റിവെക്കാതിരിക്കുന്നതാണ് നല്ലത്. വെബ്സൈറ്റ് സ്ലോ ആകാം, ഇൻ്റർനെറ്റ് പ്രോബ്ലം ഉണ്ടാകാം, ഡോക്യുമെൻ്റ് അപ്ലോഡ് ചെയ്യുമ്പോൾ പ്രശ്നം വരാം. അതിനാൽ കഴിയുന്നത്ര നേരത്തെ അപേക്ഷ കംപ്ലീറ്റ് ചെയ്യുക. ഇനി മറ്റൊരു സന്തോഷ വാർത്ത, ആപ്ലിക്കേഷൻ ഫീ 0. അതായത് ഈ റിക്രൂട്ട്മെൻറ്റിന് അപേക്ഷാ ഫീസ് ഇല്ല. അപേക്ഷിക്കേണ്ടത് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ് MB ആൻഡ് CG ഒഫീഷ്യൽ വെബ്സൈറ്റ് വഴി ഓൺലൈനായി മാത്രം. വെബ്സൈറ്റ് ലിങ്ക് ഈ വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തിട്ടുണ്ട്. തപാൽ വഴി അയക്കുന്ന അപേക്ഷ സ്വീകരിക്കില്ല. നേരിട്ട് ഓഫീസിൽ എത്തിച്ച് അപേക്ഷ നൽകാനും സാധിക്കില്ല. ഓൺലൈൻ ആപ്ലിക്കേഷൻ മാത്രം. അതിനാൽ ഗൂഗിളിൽ കാണുന്ന റാൻഡം ലിങ്ക്സ് ഉപയോഗിച്ച് അപേക്ഷിക്കാതെ ഒഫീഷ്യൽ വെബ്സൈറ്റ് തന്നെ ഉപയോഗിക്കുക. വെബ്സൈറ്റ് തുറന്ന ശേഷം റിക്രൂട്ട്മെൻറ്റ് സംബന്ധിച്ച നോട്ടിഫിക്കേഷൻ അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ ലിങ്ക് കണ്ടെത്തുക. നോട്ടിഫിക്കേഷൻ മുഴുവൻ വായിക്കുക. എലിജിബിലിറ്റി പരിശോധിക്കുക. ആവശ്യമായ വിവരങ്ങളും ഡോക്യുമെൻറ്റ്സും തയ്യാറാക്കി ആപ്ലിക്കേഷൻ ഫോം സബ്മിറ്റ് ചെയ്യുക. സബ്മിറ്റ് ചെയ്ത ശേഷം ആപ്ലിക്കേഷൻ അക്നോളജ്മെൻറ്റ് സംബന്ധമായ വിവരങ്ങൾ സൂക്ഷിച്ചു വയ്ക്കുക. ഇനി അപേക്ഷിക്കുമ്പോൾ ഒഴിവാക്കേണ്ട ചില സാധാരണ മിസ്റ്റേക്ക് പറയാം. മിസ്റ്റേക്ക് നമ്പർ 1, ഏജ് പരിശോധിക്കാതെ അപേക്ഷിക്കുന്നത്. മിസ്റ്റേക്ക് നമ്പർ 2, 10th ക്വാളിഫിക്കേഷൻ ഉണ്ടെന്ന് മാത്രം കരുതി നോട്ടിഫിക്കേഷൻ വായിക്കാതിരിക്കുന്നത്. മിസ്റ്റേക്ക് നമ്പർ 3, റോങ് വെബ്സൈറ്റ് അല്ലെങ്കിൽ അൺഒഫീഷ്യൽ ലിങ്ക് ഉപയോഗിക്കുന്നത്. മിസ്റ്റേക്ക് നമ്പർ 4, ലാസ്റ്റ് ഡേറ്റ് വരെ കാത്തിരിക്കുന്നത്. മിസ്റ്റേക്ക് നമ്പർ 5, ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്ത ശേഷം
കൺഫർമേഷൻ ഡീറ്റെയിൽസ് സേവ് ചെയ്യാതിരിക്കുന്നത്, ഇവയെല്ലാം ഒഴിവാക്കുക. പ്രത്യേകിച്ച് സർക്കാർ ജോലിയുടെ കാര്യത്തിൽ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷനാണ് ഫൈനൽ അതോറിറ്റി. യൂട്യൂബ് വീഡിയോയിൽ പറഞ്ഞ വിവരങ്ങൾ മനസ്സിലാക്കാൻ സഹായിക്കും. പക്ഷേ അപേക്ഷ സബ്മിറ്റ് ചെയ്യുന്നതിന് മുമ്പ് ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ നിർബന്ധമായും പരിശോധിക്കുക. ഇനി ഈ വേക്കൻസിയുടെ പ്രധാന കാര്യങ്ങൾ 30 സെക്കൻഡ് കൊണ്ട് റീക്യാപ്പ് ചെയ്യാം. ഡിപ്പാർട്ട്മെൻറ്റ് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ് MB ആൻഡ് CG റീജൺ. പോസ്റ്റ് ക്യാൻറ്റീൻ അറ്റൻഡർ. ടോട്ടൽ വേക്കൻസി 7. ക്വാളിഫിക്കേഷൻ 10ാം ക്ലാസ്. ഏജ് 18-25. പേ ലെവൽ 1. ബേസിക് പേ 18,000 തൊട്ട് 56,000 രൂപ വരെ. പ്രൊഫഷൻ 2 years. ആപ്ലിക്കേഷൻ ഫീ നോ ഫീ. ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് 11 ആഗസ്റ്റ് 2026. ലാസ്റ്റ് ഡേറ്റ് 31 ആഗസ്റ്റ് 2026 11 PM. സെലക്ഷൻ 10th മാർക്ക് ബേസ്ഡ് ഷോർട്ട് ലിസ്റ്റിംഗ്. റിട്ടേൺ എക്സാം, സ്കിൽ ടെസ്റ്റ്, ഫൈനൽ സെലക്ഷൻ. റിട്ടേൺ എക്സാം 30 മിനിറ്റ്. നെഗറ്റീവ് മാർക്ക് 0.254. റോങ് ആൻസർ. സ്കിൽ ടെസ്റ്റ് 60 മാർക്ക്. ഇവയാണ് പ്രധാന കാര്യങ്ങൾ. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് വളരെ സിമ്പിളാണ്. ഈ വീഡിയോയുടെ പിന്നീട് കമൻറ്റിൽ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ സംബന്ധിച്ച വിവരങ്ങൾ ഞാൻ നൽകും. അവിടെ നിന്ന് നോട്ടിഫിക്കേഷൻ പരിശോധിക്കുക. നിങ്ങൾ എലിജിബിലിറ്റി സംബന്ധിച്ച് സംശയമുണ്ടെങ്കിൽ നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ പ്ലസ് ഏജ് പ്ലസ് കാറ്റഗറി കമൻറ്റ് ചെയ്യാം. ഉദാഹരണത്തിന് 10th പാസ്, ഏജ് 23, OBC, ക്യാൻ ഐ അപ്ലൈ എന്ന രീതിയിൽ ചോദിക്കാം. കഴിയുന്നത്ര വേഗത്തിൽ മറുപടി നൽകാൻ ഞാൻ ശ്രമിക്കും. അതുപോലെ നിങ്ങൾക്ക് ഈ വേക്കൻസി ഉപകാരപ്പെട്ടെങ്കിൽ ഈ വീഡിയോ മറ്റൊരു 10th പാസ് ഉദ്യോഗാർത്ഥികളിലേക്ക് കൂടി ഷെയർ ചെയ്യുക. ഒരുപക്ഷെ നിങ്ങൾ ഷെയർ ചെയ്യുന്ന ഈ വീഡിയോയിലൂടെ മറ്റൊരാൾക്ക് ഒരു സർക്കാർ ജോലി അവസരം ലഭിച്ചേക്കാം. അപ്പോൾ സുഹൃത്തുക്കളെ, ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിൽ ക്യാൻറ്റീൻ അറ്റൻഡർ തസ്തികയിൽ 7 ഒഴിവുകൾ. 10ാം ക്ലാസ് യോഗ്യത. 18,000 മുതൽ 56,000 രൂപ വരെ സാലറി. അപേക്ഷാ ഫീസില്ല. അപേക്ഷ ആരംഭിച്ചു 11 ആഗസ്റ്റ്. അവസാന തീയതി 31 ഓഗസ്റ്റ്. നിങ്ങൾ എലിജിബിൾ ആണെങ്കിൽ അവസരം നഷ്ടപ്പെടാതെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ പരിശോധിച്ച് അപേക്ഷിക്കുക. ഇതുപോലെ കേരളത്തിലെയും ഇന്ത്യയിലെയും പ്രധാന ജോലി വാർത്തകൾ കൃത്യമായി അറിയുവാൻ വോയിസ് ഓഫ് RBR ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്യുക. സംശയങ്ങൾക്കും അഭിപ്രായങ്ങളും താഴെ കമൻറ്റ് ചെയ്യാം. അടുത്തൊരു പുതിയ തൊഴിൽ വാർത്തയുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.